രേണുചേച്ചിക്ക് തൊട്ടാ മതി ചേച്ചി വീണ് ചത്തുപോകാൻ. നാളെ എനിക്ക് രേണുചേച്ചി സുധിയുടെ കൂടെ പോകും. തൊട്ടാ ചത്തുപോകുന്ന പ്രയോഗം പ്രയോഗിക്കല്ലേ. ബിഗ് ബോസിൽ ആര്യൻ എന്ന് പറഞ്ഞ മത്സരാർത്ഥിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിന് ഇത്രയധികം വിവരക്കേടും ഒരു പക്വതയില്ലായും പാൽക്കുപ്പി എന്നാണ് പേര് തന്നെ വീണിരിക്കുന്നത്. ആ പാൽക്കുപ്പി സ്വഭാവം കാണിക്കുക, എവിടെ എങ്ങനെ എന്ത് സംസാരിക്കണമെന്നറിയില്ല. പിന്നെ എല്ലാം പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിന് ചെയ്തിട്ട് അങ്ങോട്ട് തർക്കിക്കും. അങ്ങനത്തെയൊക്കെ രീതി വെറുപ്പീര് തന്നെയാണ്. സത്യത്തിൽ ആര്യനെ തുടക്കം തൊട്ട് തന്നെ ആൾക്കാർക്ക് പ്രേക്ഷകർക്കും ഇഷ്ടമില്ല, അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾക്കും അത്ര ഇഷ്ടമില്ലെന്ന് പറയാം. ഇപ്പോൾ രേണുസുധി വീണിരിക്കുന്ന സംഭവമാണ്. രേണുസുധിയുടെ ആരോഗ്യം നമുക്കറിയാം, 100 ഗ്രാമേ ഉള്ളെന്ന് പറയുന്ന പോലെ ആ ഒരവസ്ഥയാണ്. അതുകൂടാതെ ഈ അടുത്ത് പച്ചരി തിന്നുന്നുണ്ടായിരുന്നു. അത് ശരിക്കും ബ്ലഡ് ഇല്ലാഞ്ഞതിൻ്റെ അസുഖമാണ്, അനീമിയാണ്. അതുകൊണ്ടാണ്. അതിൻ്റെ ഒരു കാര്യം മറ്റൊരു രീതിയും കൂടെ ഉണ്ട്. ഇവർ ഈ AC ഒരു കെട്ടിടം ഒട്ടും തന്നെ വെയിൽ പോലും ശരീരത്തിലൊന്നും ഏക്കാതെയാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണ്. രണ്ടാമത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ വലിയ പോഷകാഹാരമൊന്നും അവിടെ ഇല്ല. ഓൾറെഡി രേണുസുധിക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പറയുന്ന തൂക്കമൊന്നുമില്ല, ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അവിടെ ചെന്ന് കയറി കഴിയുമ്പം ഇപ്പം സരികയൊക്കെ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് പറയുന്നത് കേട്ടിരുന്നില്ലേ, വിശന്നിട്ട് വിശപ്പിന് വേണ്ടി കരയുന്ന മത്സരാർത്ഥി അവിടെ ഉണ്ട് എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ വിശപ്പും അതൊക്കെ പോരാണ്ട് ആ പണിപ്പുര ടാസ്കും എല്ലാം വന്നതോടുകൂടി അവിടെ ആർക്കും അത്ര വിശപ്പ് തീർത്തൊന്നും ആഹാരം കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഈ പരിപ്പും ഗോതമ്പ് ദോശയും തന്നെ പരിപ്പ് കഴിച്ച് മടുത്തു എന്ന് പറഞ്ഞിട്ട് പാടിയില്ലേ, അതേപോലെ തന്നെയാണ്. ഇതൊക്കെയാണ് എത്ര നേരം എന്ന് വെച്ചാൽ ഇതെല്ലാം തിന്നുക. നമ്മൾ വീട്ടിൽ പോലും നന്നായിട്ടുണ്ടാക്കി തരുന്ന ഭക്ഷണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവിടുന്ന ആൾക്കാർ അവിടെ പോയി കിടന്ന് ഇതൊക്കെ സഹിക്കുക എന്നുള്ളതാണ് ഈ ഗെയിം ഷോയുടെ ഇത്. പക്ഷേ ഇന്നത്തെ ആ ഗെയിം ഷോയിൽ ബോധം കെട്ട് രേണുസുധി വീണപ്പം ആര്യം പറഞ്ഞ ആ ഒരു വാചകം വേറെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ഈ വണ്ണം ഇല്ലാത്തവരതേ ഒരു കാറ്റടിച്ചാൽ നീ മറിഞ്ഞു വീഴും എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ഈ ഗെയിമിലൊക്കെ വന്ന് രേണുചേച്ചി നിന്നാൽ രേണുചേച്ചിക്ക് വല്ലതും സംഭവിക്കും അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. ഈ സുധിച്ചേട്ടൻ പോയിടത്തേക്ക് പോകും എന്നൊരു വാക്ക് എന്തിനാണോ ഇത്രയും വലിച്ചു നീട്ടി ഇത്രയും വിവരക്കേട് ഇങ്ങോട്ട് ആലോചിച്ചെടുത്ത് ആര്യം പറഞ്ഞെന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരിതാണ്. അക്ബറിനെ എനിക്കിഷ്ടമല്ല, അക്ബറിൻ്റെ ഒന്നും എനിക്കിഷ്ടമല്ല, ആ മത്സരാർത്ഥിയെ ഇഷ്ടമല്ല. പക്ഷേ ഈ കാര്യത്തിൽ അക്ബർ കയറി പ്രതികരിച്ചത് നന്നായിട്ടുണ്ട്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേനും അപ്പാനിയും അക്ബറും ആര്യനും കൂടെ ബെഡിലിരുന്ന് പറഞ്ഞ് എല്ലാവരും ചിരിച്ച് തള്ളി വിട്ട ഒരു വിഷയം ഇവനാണ് അത് കുത്തിപ്പൊക്കി എന്നെ ആൾക്കാരുടെ മുന്നിൽ അപമാനിച്ചെന്ന് ആര്യം പറയുന്നുണ്ട്. അതായത് അക്ബറാണ് അത് ചൂണ്ടിക്കാണിച്ചത്. ശരിയാണ്, ആ ഒരു വാചകം ഒരുപക്ഷെ നീ ഒരു കാറ്റടിച്ചാൽ നീ താഴെ വീണ് ചത്തുപോടി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ സുഹൃത്തുക്കളോട് പറയാം. പക്ഷേ ആ ഒരു വാക്കിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ രേണുചേച്ചി സുധിച്ചേട്ടൻ്റെ ലോകത്തിലേക്ക് പോകും. അങ്ങനെ എന്തിനാണ് വലിച്ചു നീട്ടി പറയുന്നത്? അങ്ങനെ ഒരു വാചകം കേൾക്കുമ്പോൾ അതെന്തോ കേൾക്കുമ്പോൾ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ട് തോന്നും. അതാണ് അക്ബർ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞ വാചകം നീ പറഞ്ഞ ശരിയല്ല, തമാശയായിട്ട് നീ പറഞ്ഞതിനെ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ നീ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള രീതി ചോദിച്ചപ്പോൾ ഞാനല്ല ചെയ്യുന്ന, നാട്ടുകാർ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ അക്ബർ പറയുന്നുണ്ട്. അതായത് നാട്ടുകാർ വോട്ട് കൊടുക്കാതെ പുറത്തായിക്കോളും എന്നുള്ള അത് ആര്യന് മനസ്സിലായി. ആര്യൻ അതാണ് അത്രമേൽ ചൂടായിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നുണ്ട് രേണുസുധി കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്ത് പോയിട്ട് ചേച്ചി ഞാനത് അങ്ങനെയല്ല. അപ്പോഴും അവിടെ എത്തിയപ്പം ഈ ക്ഷമ പറയുന്നുണ്ട്. ക്ഷമ പറയുന്നതിൻ്റെ അകത്ത് ചേച്ചിക്ക് ഈ ടാസ്കിൻ്റെ അകത്ത് നിൽക്കാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമെന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പം ആര്യൻ വിവരം വെച്ചു. അതുകൊണ്ട് ആര്യൻ രേണുസുധിയോട് മാപ്പ് ഇരക്കുന്ന സോറി പറയുന്ന സമയത്ത് സുധിച്ചേട്ടൻ്റെ ലോകത്തേക്ക് പോകുന്നുള്ള ആ ഒരു വാക്ക് ആര്യൻ ഒഴിവാക്കി. അവിടെ ആര്യനപ്പം അറിയാം, വിവരമുണ്ട്. അവിടെ പറഞ്ഞില്ലേ രേണുസുധിയോട് സംസാരിക്കുമ്പോൾ ആര്യൻ ആ ഒരു വാക്ക് ഒഴിവാക്കി. ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കരുതി ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ ചേച്ചി, സോറി കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞേച്ച് നേർച്ച പോലെ പറഞ്ഞേച്ച് ഒരു പോക്ക് പോയി. പക്ഷേ അന്തസ്സോടെ ഈ ഒരു വാചകം ഉണ്ടല്ലോ, ആദ്യമേ പറഞ്ഞ ആ വാചകം ഉണ്ടല്ലോ സുധിച്ചേട്ടൻ്റെ ലോകത്തിലേക്ക് പോകുന്നു, അതവിടെ അവൻ ഉപയോഗിച്ചില്ല. അപ്പോൾ അത് രണ്ടാമതെടുത്ത് കയ്യിൽ നിന്ന് പോയി. ആദ്യം അക്ബർ പറഞ്ഞപ്പോൾ സംഭവം പിടികിട്ടി, തർക്കിച്ച് നിന്നാലും രണ്ടാമതെടുത്ത് രേണുസുധിയോട് ചെന്ന് പറയാൻ നേരത്ത് ആ വാക്ക് പറയാത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആര്യന് അബദ്ധം പറ്റി, ആര്യൻ്റെ ആ പഠിച്ചതേ പാടൂ എന്ന് പറയുന്ന പോലെ അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ അങ്ങനെ തന്നെ അന്നേരം തന്നെ അത് അബദ്ധത്തിൽ പറഞ്ഞു പോയി, കയ്യിൽ നിന്ന് പോയി. ഈ ആലോചിക്കാതെ കയറി എന്തും പറയുന്നതിൻ്റെ ഒരു രീതിയാണ്. കള്ളത്തരം
അത്യാവശ്യത്തിന് ചെയ്യും. കട്ടെടുക്കുക എന്നുള്ള ബാഡ്ജ് കട്ടെടുത്ത കാര്യം പറഞ്ഞില്ലേ, മോഹൻലാലിനെ വരെ അപമാനിച്ചു. അതായത് ഇതുവരെ നമ്മൾ മാരാരാണ് കഴിഞ്ഞ സീസണിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയെടുക്കുക ചെയ്യുക, ആ മാരാർ പോലും ലാലേട്ടനെ ബഹുമാനിച്ചേ സംസാരിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ സിനിമാ ഫീൽഡിലെ ഒരു ഡയറക്ടറാണ് മാരാർ. അപ്പം മാരാരുടെ ഈ ഡയറക്ടർമാരുടെ മുന്നിൽ നടന്മാരൊന്നും അല്ലാത്ത അവസ്ഥയാണ് ആ ഫീൽഡിലെ അവസ്ഥ. കാരണം പണ്ടുള്ള നടന്മാരെയും വലിയ നമ്മൾ ആരാധിക്കുന്നവരെയൊക്കെ ഡയറക്ടർമാർ സെറ്റിൽ ചെന്നാൽ പേര് പോലും വിളിക്കില്ല, ചീത്തയെ വിളിക്കുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. എന്നും സിനിമാ ഫീൽഡിൽ ഡയറക്ടർ തന്നെയാണ് കിങ്. അപ്പം ആ ഒരു ഇത് വെച്ച്, പക്ഷേ അതിവിടെ നോക്കണ്ട. എന്നാലും ലാലേട്ടൻ്റെ അടുത്ത് താഴ്ന്നുവാണെങ്കിൽ തന്നെയാണ് മാരാർ നിന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആര്യൻ മോഡൽ, ഹിന്ദി മോഡൽ, കുന്നംകുളം മോഡൽ ലാലേട്ടൻ്റെ മുന്നിൽ ആ ഹെൽമെറ്റ് വെച്ചപ്പോൾ അന്ന് ലാലേട്ടനോട് ചോദിച്ച് കുളിക്കുമ്പോഴും ഇത് ഊരി മാറ്റണോ എന്നുള്ളത് ആക്കിയതാണെന്നുള്ള ലാലേട്ടൻ പിറ്റേ ആഴ്ച വന്നപ്പോൾ, മോനെ ഞാൻ ഇവിടെ ഇരിക്കാൻ എനിക്ക് അർഹതയുണ്ടായിട്ടാണ്, ഞാൻ കുറേ നാളായത് 6-7 വർഷം ആയല്ലോ ഞാൻ നടത്തിക്കൊണ്ടുവരുന്നത്, എനിക്കറിയാം മോനെ, എനിക്ക് അതിനുള്ള അർഹതയുണ്ടായിട്ടാണല്ലോ എന്നെ ഇവിടെ ഇരുത്തുന്നത് എന്നൊക്കെ പറഞ്ഞേച്ച് പോയി. പക്ഷേ അതിന് ശേഷവും അവർ പിന്നെ അവരുടേതായ എന്താണോ ആരും ചെയ്യുന്നത് അത് തന്നെ ആര്യൻ അവിടെ പിന്നെയും തുടർന്ന് പോകത്തുള്ളൂ. ഇപ്പോൾ രേണുസുതിയോട് ഈ പറഞ്ഞത് വളരെ ഒരു മോശം. ഇപ്പോൾ രേണുസുതി എന്ന വ്യക്തിയെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവർ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് അവരെന്തേലും ഒന്ന് പറയുന്നു, അതെടുത്ത് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നു, അത് പറയുന്നു ഇത് പറയുന്നു, ഇതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേങ്കിൽ ഒരാളുടെ മുഖത്ത് നോക്കി അയാളുടെ ഭർത്താവ് മരിച്ചിരിക്കുന്ന ഒരു വിധവയായ സ്ത്രീയും കൂടെ ആണെങ്കിൽ അതൊക്കെ ഒരു രീതിയാണ്. പറയുമ്പോൾ നമ്മൾ അത് ആ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കണം. ആ വിധവയായ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അവരുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകും എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ജനിച്ച കരയിൽ ബോധവും വിവരവും ഇല്ലെങ്കിൽ മാത്രമേ അങ്ങനത്തെ വാക്കുകൾ പുറത്തു വരുള്ളൂ. ഇവരൊക്കെ പഠിച്ച് വിദ്യാഭ്യാസം നേടി ഇവിടെ ഒന്നുമല്ല വേറെ എവിടെയൊക്കെയോ താമസിക്കുന്നു, വലിയ ഇന്ത്യയിൽ അറിയപ്പെടുന്ന മോഡലാകാൻ പോകുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ തലയ്ക്കുള്ളിൽ ഒരു സംസ്കാരം എന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ വായിന്ന് വീഴുന്ന കണ്ടിട്ട് ഒരു ഗെയിം ഷോയാണിത്. എന്നാലും മൊത്തത്തിൽ എന്താണ് എല്ലാവരോടും ഒരു പുച്ഛം. ആകെ അവനെ ഒരു ബഹുമാനം ആകെ കൊടുക്കുന്ന ജിസേലിന് മാത്രം. ജിസേൽ ഇന്ത്യൻ നാഷണൽ മോഡൽ, കംപ്ലീറ്റ് പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക് എല്ലാം കൂടെ കൂടിയപ്പോഴത്തേന് അവനങ്ങോട്ട് റെസ്പെക്റ്റും ബഹുമാനവും ആരാധനയും എല്ലാം കൂടെ കൂടിയിട്ട് ആ ഒരു വ്യക്തിയെ മാത്രം അവൻ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യും. ബാക്കി ലാലേട്ടനോ ആരും ഒന്നും അവൻ്റെ മുന്നിൽ ആരുമല്ല. ഒരാൾക്കും അവൻ ഒരു വിലയും കൊടുക്കില്ല, ഓരോ മത്സരാർത്ഥിക്കും കൊടുക്കില്ല. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയൊരു കാര്യം ഞാൻ പറയും, ഇതുമായിട്ട് ബന്ധമില്ല. ഈ അനുമോള് കാട്ടിക്കൂട്ടുന്ന അംഗങ്ങളെ, അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന ഞാൻ. പക്ഷേ ചില സമയത്ത് അനുമോൾ അല്പം ഓവറാകട്ടെ ഈ ഫുഡ് കൊടുക്കുന്ന രീതി. അനുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ട് വിളമ്പി കൊടുക്കുന്ന പോലെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും ഫുഡ് കൊടുത്തു, അപ്പോൾ എൻ്റെ കയ്യിലെ കുഴപ്പമെന്ന് പറയുന്നുണ്ട്. രജിത് സാറിൻ്റെ വഴിയെ അത് പിന്നെ ഒരു പാവ ബിഗ് ബോസ് കൊടുത്ത ഒരു വലിയ പാവയായിരുന്നു. ഒരു കുഞ്ഞു പാവയും പിടിച്ച് അനുമോൾ നടക്കുന്ന കണ്ട ഒരുമാതിരി വെറുപ്പീരാകുകയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് പോയ ഒരു അനുമോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അനുമോൾക്ക് അനുകൂലമായ ഒരവസ്ഥയാണ്. ഇത് പണ്ട് നടന്നിട്ടുള്ളതാണ്. അവർ പോകുമ്പോൾ അനുകൂലമായിരിക്കും. ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരു ദിവസം കൊണ്ട് സംഗതി തിരിഞ്ഞു പറയും. അനുമോൾ 2-3 ദിവസമായിട്ട് വെറുപ്പീര് തുടങ്ങിയിട്ടുണ്ട്. വൈൽഡ് കാർഡ് അങ്ങോട്ട് കയറുമ്പം നല്ലതായിരുന്നു. ഇന്ന് ആദില വളരെ കാര്യമായിട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മറുപടി ഇല്ലാതെ പോകുന്നുണ്ട്. അതേപോലെ അനുമോളെ മുഴുവൻ നേരം സപ്പോർട്ട് ചെയ്തതെന്ന് ജിഷിൻ പറയുന്നുണ്ട്. നിന്നെ ഈ പട്ടി ആട്ടുന്ന പോലെയുള്ള പോ എന്നും പറഞ്ഞ് ഭക്ഷണം മേടിക്കാൻ വരുമ്പോൾ നിൻ്റെ ഈ ആ സ്വഭാവം മാറ്റാൻ പറയുന്നത് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്തോ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അനുമോൾ അതിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ജനങ്ങൾ വെറുത്ത് ഒരു പരുവാകും. അല്ലെ അനുമോളോട് വലിയ കുഴപ്പമില്ലാതെ പോവുമായിരുന്നു. ഏതായാലും മസ്താനിയൊക്കെ ചെന്ന് നിന്നെ ഇഷ്ടമാണ്, നീ കരച്ചിൽ നിർത്തിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞോടുകൂടി അനുമോൾ സ്ട്രോങ് ആയി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തിന് വേദന. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ജനങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ട് അവരോടായിട്ട് അങ്ങ് പറയും. അത് എന്തിനാണെന്ന് വെച്ചാൽ ജനങ്ങളോട് പറയുന്നതായിട്ടാണ് എന്തൊക്കെയോ കാട്ടിക്കൊണ്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.